ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു യൂട്യൂബറാണ്. യൂട്യൂബിൻ്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. സ്വാഗതം ചെയ്യുന്നു ഡാൻസിങ് മൈൻഡ് യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്ന സൗമ്യയെ. സ്വാഗതം സൗമ്യ. താങ്ക് യു. നമസ്കാരം. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്ന 7 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബിൻ്റെ ഉടമ കൂടിയാണ്. എടുത്തു പറയേണ്ടത് സൗമ്യ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഡാൻസിങ് മൈൻഡ് എന്നുള്ളൊരു പേര് സ്വീകരിച്ചതിനെ പറ്റി. കാരണം വളരെ വെറൈറ്റി ആയുള്ളൊരു പേരാണ് സ്വീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിയിട്ടുള്ളത്? ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫുഡ് മാത്രം എന്നുള്ളതായിരുന്നില്ല. അന്നേരം നമ്മൾ കുറച്ച് ട്രാവൽ ആൻഡ് ഫുഡ് എന്നാണ് ആലോചിച്ചത്. അപ്പൊ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് എന്ത് പേരിടും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ. എനിക്ക് ഒരു ഫുഡ് മാത്രമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വെറും ഒരു ഫുഡ് പേജ് എന്നുള്ള ഒരു സാധനം ഇല്ല, മൈൻഡിലില്ല. അപ്പൊ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോ നമുക്ക് ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ മനസ്സ് തുള്ളിച്ചാടുന്ന എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് അപ്പൊ ആലോചിച്ചത് ഡാൻസിങ് മൈൻഡ് എന്ന്. പക്ഷെ പിന്നീട് ഒരു 5 or 6 വീഡിയോയ്ക്ക് ശേഷം ഞാൻ കൃത്യമായി ഫുഡിലേക്ക് എത്തി. അപ്പോഴും നമ്മുടെ ചാനലിൽ കാണിക്കുന്ന വീഡിയോസ് ഒക്കെ വളരെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകള് നമ്മളുടെയൊക്കെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പഴയ കാലഘട്ടം, അല്ലെങ്കിൽ ഇപ്പോഴും ഈ 2025-ലും ഒരു 80-കളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ചായക്കടകളും കൊച്ചിടങ്ങളും വയസ്സായ ആളുകളും തോടും മലയും കുന്നും പുഴയൊക്കെ കാണിക്കുന്ന അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ കൂടിയാണ് ഫുഡിനപ്പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് അന്ന് ആ തുടക്ക സമയത്ത് തന്നെ പേര് ഇത് മതിയെന്ന് ഞാൻ തീരുമാനിച്ചത്. എനിക്കൊരു ഫുഡ് റിലേറ്റഡ് പേര് വേണ്ട. അപ്പൊ മനസ്സ് സന്തോഷിക്കുന്ന ഒരിടം, മനസ്സ് നൃത്തം വെക്കുന്ന ഒരിടം, അതുകൊണ്ട് ഡാൻസിങ് മൈൻഡ്. ഉറപ്പായിട്ടും. അപ്പോൾ ഈ പേര് സ്വീകരിച്ചതിൻ്റെ പിറകിൽ സ്വന്തം അധ്വാനം മാത്രമാണ് അത്, അല്ലെങ്കിൽ മറ്റൊരാൾ സജസ്റ്റ് ചെയ്തൊരു പേരാണോ? അത് എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇല്ല, ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചായിരുന്നു ഇങ്ങനെ എങ്ങനെയാണെന്ന്. പക്ഷെ ആർക്കും ഈ പേര് അന്ന് ഡൈജസ്റ്റ് ആയില്ല. ഞാൻ പറയുന്ന പേരിനോട് ആർക്കും അന്ന് അത്രയും ഒരു താല്പര്യമില്ല. കാരണം മനസ്സിന്റെ നൃത്തം എന്നൊക്കെ പറയുമ്പോ അതിന് എത്രത്തോളം പിന്നീട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു കുറെ സമയം വരെ എപ്പോഴും നിരന്തരം ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് ഡാൻസിങ് മൈൻഡ് ഒരു ഫുഡ് പേജിന് പേരിട്ടു എന്നുള്ളത്. പക്ഷെ നമ്മുടെ ചാനലിലെ എബൌട്ടിൽ ഞാൻ കൃത്യമായി എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സും കൂടെ നൃത്തം വെക്കുന്ന തരത്തിലേക്കുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിന്റെ നൃത്തം എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ നൃത്തം വെക്കുന്ന മനസ്സ് എന്നൊരു പേരിട്ടത് എന്ന്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു പേര് സ്വീകരിച്ചു. അപ്പം ഇത് ന്യൂസ് 3 പ്രേക്ഷകർ കാണുന്ന സമയത്ത് അവരെ പരിചയപ്പെടുത്തുകയാണ്. സൗമ്യ നടത്തുന്ന ഒരു ചാനൽ ഡാൻസിങ് മൈൻഡ് ആണെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന കണ്ടന്റുകൾ എന്നുള്ളത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ രസകരത്തിൻ്റെ അപ്പുറത്തേക്ക് വളരെ ഒരു പോസിറ്റീവ് വൈബ് നിറയ്ക്കുന്ന ഒരു വീഡിയോസാണ്. അപ്പം ഈ ഫുഡ് കണ്ടന്റിലേക്ക് എത്തുന്ന സമയം, നമുക്ക് ഒരു യൂട്യൂബ് തുടങ്ങുന്ന സമയമൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ടാവും. എന്ത് സാധ്യത മുൻനിർത്തിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? അങ്ങനത്തെ സാധ്യതകളെ പറ്റിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്നും അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്രയേറെ സാധ്യതകൾ ഉണ്ടെന്നും കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ജോലി തന്നെയാണെന്നൊന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ക്യാമ്പസുകളൊക്കെ ഭയങ്കര സ്റ്റക്കായി പോയൊരു സമയമുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ, ഞാനൊരു അധ്യാപികയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓൺലൈൻ ക്ലാസ്സുകളുടെയൊക്കെ ഭയങ്കര മുഷിച്ചിലില് എനിക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. പക്ഷെ ഇനി പുറം ലോകത്തേക്ക് നമ്മൾ പോവുമോ, പുറത്തേക്കുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ, ഇങ്ങനെ തന്നെ നമ്മൾ വീടിന്റെ ഉള്ളുകളിൽ നമ്മളായി പോകുന്നൊക്കെ ഉള്ള ഒരു പേടിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് മനസ്സിൽ ഒരു യൂട്യൂബ് ചാനൽ, അപ്പോഴും ഈ ട്രാവൽ ഒന്നും എന്റെ മനസ്സിലില്ല. ഞാൻ വീട്ടിന്റെ ഉള്ളിലിരുന്ന് ഞാൻ കുക്ക് ചെയ്യും, അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് കുക്ക് ചെയ്യും, ഇത് ഞാൻ വീഡിയോസ് ആയി ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. വീണാസ് കറി വേൾഡിലെ വീണ ചേച്ചിയൊക്കെയാണ് ആ സമയത്ത്, മിയാസ് കിച്ചണിലെ മിയ, ഇവരൊക്കെയാണ് ആ സമയത്ത് നമുക്കൊരു ഇൻസ്പിറേഷൻ. അത് അവരൊക്കെയാണ് അന്ന് നല്ല രീതിയിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇത്രയും ചാനലുകളൊന്നും വന്നില്ല. അപ്പൊ ഇവരൊക്കെയാണ് നമ്മളെ മുമ്പിലുള്ള ഒരു മോട്ടിവേഷൻ. അപ്പൊ ഞാൻ വെച്ചു ഇവരെയൊക്കെ പോലെ ഞാനും ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങും. ഈ ഇങ്ങനെ വീഡിയോ ഇടുന്നത് കൊണ്ട് ഇതിൽ നിന്ന് പൈസ കിട്ടും എന്ന് തിരിച്ചറിയാനുള്ള ഒരു അറിവൊന്നും എനിക്ക് അന്ന് സോഷ്യൽ മീഡിയനെ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വെച്ചു വെറുതെ നമുക്കിങ്ങനെ ഇട്ടോണ്ടിരിക്കാം. നമ്മൾ കൈമോശം വന്നു പോകുന്ന കുറെ വിഭവങ്ങൾ ഉണ്ടല്ലോ നാട്ടും പുറത്തുനിന്നൊക്കെ. ഞാൻ ഭയങ്കര നാട്ടും പുറത്ത് ജനിച്ച് വളർന്നത്. അപ്പൊ ഞങ്ങളെ നാട്ടിൽ മാത്രമുള്ള കുറെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ ആളുകളിലേക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ ഉദ്ദേശിച്ചത്. പക്ഷെ പെട്ടെന്ന് ക്യാമ്പസ് തുറക്കുന്നു, വീണ്ടും ക്യാമ്പസിലേക്ക് പോകുന്നു, ആ ആലോചന അവിടെ വിട്ടു. പക്ഷെ ക്യാമ്പസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തോന്നിയതാണ് പിന്നീട് എന്തായാലും ഈ ഒരു മോഹം ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളൊരു മോഹം. എന്നാ പിന്നെ അത് തുടങ്ങിക്കളയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ. അപ്പോഴേക്കും പിന്നെ കുക്കിംഗ് എന്നുള്ള അതങ്ങ് മാറി. കുക്കിംഗ് ചെയ്യുക എന്ന് പറയുന്നത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ബുദ്ധിമുട്ട്, ലൈറ്റ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് ഔട്ട്ഡോറിലേക്ക് മാറ്റി. അങ്ങനെയാണ് ഫുഡിലേക്ക് എത്തുന്നത്. അപ്പോ ഒരു ആലോചന ആദ്യം വരുന്നത് കൊറോണയാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് ഇട്ട് തരുന്നത്. അത് കഴിഞ്ഞ് അത് തുടങ്ങിക്കഴിഞ്ഞ സമയത്തും ഇത് വെറും പരീക്ഷണാണ്. ഞാൻ ക്യാമ്പസിൽ പഠിപ്പിക്കാൻ പോകും, ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം ചാനലിന്റെ എന്തെങ്കിലുമൊക്കെ ഷൂട്ടുകൾ നടത്തും. ഇപ്പോഴും ഒരു പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, നമ്മൾ പോകുന്നു, ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു,
എന്നുള്ള തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കടക്കം ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരു അധ്യാപികയായിരുന്നു സൗമ്യ എന്നുള്ളത്. ഉറപ്പായിട്ടും ഒരു കലാലയത്തിന്റെ ഭാഗമായിട്ട് അധ്യാപന ജീവിതം നടത്തി വരുന്ന സമയത്താണ് ഒരു ചാനൽ തുടങ്ങുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അധ്യാപന ജീവിതത്തിൽ നിന്ന് യൂട്യൂബിലേക്ക് എത്തുന്ന സമയം? അത് ഭയങ്കര വ്യത്യാസമുള്ള 2 മേഖലകളാണ്. കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് ഞാൻ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ 18 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 3 ക്യാമ്പസ്, MG കോളേജിൽ നിന്നാണ് തുടക്കം. സംസ്കൃത കോളേജിലും സംസ്കൃത യൂണിവേഴ്സിറ്റിയിലുമായിട്ട് 10 വർഷക്കാലം പഠിപ്പിച്ചു. അപ്പൊ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളുടെയൊക്കെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്ന പഴയ കാലഘട്ടം മാറിയല്ലോ. അപ്പൊ നമുക്ക് ഇവരെല്ലാവരും ഫ്രണ്ട്സ് ആണ്. തൊഴിൽ കയറ്റ് നടക്കുന്ന, ഒരുമിച്ചിരുന്ന് സെൽഫി എടുക്കുന്ന, ഒരുമിച്ച് ചായ കുടിക്കുന്ന അത്തരം സൗഹൃദങ്ങളുള്ള അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളാണ് ഇപ്പൊ ഉള്ളത്. നമ്മളൊന്നും പഠിക്കുമ്പോൾ അതായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്റെ ഓർമ്മകളിൽ ഒരു സാധനമാണ്. ഇപ്പൊ എനിക്ക് മിസ് ചെയ്യണതും അത് തന്നെയാണ്. ആ മനോഹരമായിട്ടുള്ള ക്ലാസ് റൂമുകളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. 2 വർഷമായിട്ട് ക്യാമ്പസിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ ചാനൽ തുടങ്ങിയ സമയത്ത് ആ മിസ്സിംഗ് ഉണ്ട്, ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ചാനലിലൂടെ ഇപ്പൊ ഏകദേശം ഒരു 700 വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കൂടെ പോയിട്ടുണ്ടാവും. ഇത് 700 മനുഷ്യരുടെ ജീവിത കഥകളാണ്. ഇതിനകത്തൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകള്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത്, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവര്, മക്കളുടെ വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തവര്, വീടില്ലാത്തവര്, കട തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായവർ, ഇങ്ങനെയുള്ള നിരവധി മനുഷ്യരെയാണ് നമ്മൾ ആളുകളുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തത്. ഈ ആളുകൾക്കൊക്കെ കിട്ടേണ്ടുന്ന സഹായം കിട്ടുകയും ചെയ്യുന്നു. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യമുള്ള കടയാണെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല പറയാം, ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേന്ന് കൂടി പറഞ്ഞിട്ട് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ഒരു സഹായം കിട്ടുന്നുണ്ട്. പലതരത്തിലുള്ള പാത്രങ്ങളായിട്ടും ബെഞ്ചും ഡെസ്കുമായിട്ടും ഒക്കെ സഹായം, ടർപ്പായ വരെ മേടിച്ചു കൊടുത്ത ആളുകളുണ്ട്. ഇപ്പൊ ഒരു കുട്ടിക്ക് വീട് വെക്കാൻ വേണ്ടി വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷെ ഇതായിരുന്നിരിക്കാം നമുക്ക് ഓരോ നിയോഗം എന്ന് പറയല്ലോ, ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇതായിരുന്നിരിക്കാം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിൽ ഹാപ്പിയാണ്. അപ്പം ഒരു കലാലയത്തിൽ നിന്നാണ് യൂട്യൂബ് ചാനലിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഫേമസ് ആകാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഒരു വലിയൊരു പേടി നമ്മുടെ മുന്നിൽ ഉണ്ടാവും. പക്ഷേ അവിടെ നിന്നൊക്കെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് സൗമ്യ ഇതിലേക്ക് എത്തുന്നത്. ഒരു പക്ഷേ ഇന്ന് 7 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഉടമ കൂടിയാണ്. തിരിച്ച് കലാലയത്തിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്താണ് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു അധ്യാപികയായിട്ട് കൂടി നമുക്ക് ന്യൂസ് 3 പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം അത് നമ്മള് ഓരോ വിദ്യാഭ്യാസ കാലഘട്ടവും ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം ഞാൻ അങ്ങനെ ഭയങ്കര ഒരു മിഡിൽ ക്ലാസ് ഒന്നും അല്ല, അതിനും താഴെയുള്ള ഒരു ഫാമിലിയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെയൊക്കെ പഠിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നേടിയ എന്റെ യോഗ്യതയാണ്, എന്റെ ഡിഗ്രിയാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് വിട്ടുകളയില്ല. അതെന്റെ പ്രൊഫഷൻ തന്നെയാണ്, ഇതെന്റെ പാഷനും. അപ്പൊ ഇപ്പൊ പ്രൊഫഷൻ അവിടെ മാറ്റി വെച്ചിട്ട് പാഷന്റെ പിന്നിലാണ് നിൽക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാനിപ്പോ വിചാരിക്കുന്നുണ്ട്, ഇപ്പൊ ഓരോ ദിവസവും ഈ ജൂൺ മാസത്തിൽ ഞാൻ വിചാരിച്ചു ഇനി ഈ മാസത്തിൽ എനിക്ക് ജൂണിൽ എനിക്ക് തിരിച്ച് ക്യാമ്പസിലേക്ക് ഒന്ന് പോകണം, പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് പെൻഡിങ്ങിൽ കിടക്കുന്ന കുറെ ആളുകളുടെ മുഖങ്ങളുണ്ട്. ഒന്ന് സഹായിക്കുവോ എന്ന് ചോദിച്ച് അവര് സ്വയം അയക്കുന്ന ആളുകളുണ്ട്. അതല്ലാതെ അവരുടെ ബന്ധുക്കളോ നാട്ടുകാരോ ആരെങ്കിലും ഒക്കെ പരിചയക്കാരെ അയച്ചു ഒരു വീഡിയോ ചെയ്തു കൊടുക്കൂ, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, അത്ര ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുന്നിൽ കിടക്കുന്ന കുറെ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഞാനിപ്പോ ആ ലിസ്റ്റ് ചെയ്തിട്ട് ഓരോ ജില്ലകളിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ ക്യാമ്പസിൽ ജോയിൻ ചെയ്താൽ ഇത് പൂർണ്ണമായിട്ട് എനിക്ക് നിർത്തേണ്ടി വരും, ജോലിയുടെ ഭാഗമായിട്ടുള്ള തരത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തിട്ട്, ഒരിക്കലും എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താനൊന്നും പറ്റൂല എന്ന് എനിക്കറിയാം. കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് തിരിച്ച് പോണം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ആഗ്രഹം. ഉറപ്പായിട്ടും രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ മാറട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഒരു പ്രേക്ഷകയാണ്. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, സാമൂഹ്യപരമായിട്ടുള്ള വലിയ വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ് സൗമ്യ. ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന മനുഷ്യരുടെ അവരുടെ പുതിയ സംരംഭമോ അല്ലെങ്കിൽ അവർ നടത്തി വരുന്ന സംരംഭത്തെയോ വളരെ രീതിയിൽ പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് വീഡിയോസൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത് വലിയൊരു ഇൻസ്പിറേഷനാണ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും. അതിനൊരു കൗതുകത്തിനപ്പുറത്തേക്ക് അതിനൊരു മനസ്സലിവ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യുന്ന സമയത്ത് സൗമ്യയ്ക്ക് സാമ്പത്തികമായ മറ്റു നേട്ടങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ അറിയുന്നത്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുക? നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ മാത്രമാണ് ഉള്ളത്. അപ്പോ യൂട്യൂബ് തരുന്ന റവന്യൂ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്യാമറ എഡിറ്റിംഗ് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്, അവരുടെ സാലറി, നമ്മളെ ട്രാവൽ എക്സ്പെൻസ്, നമ്മൾ ഈ പോകുന്ന ഇടങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ നമുക്ക് സാമ്പത്തികമായി സഹായിക്കേണ്ട അത്തരം ഉത്തരവാദിത്തങ്ങളും കൂടി വരാറുണ്ട്. പക്ഷെ എനിക്കിതൊക്കെ കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഒരൊറ്റ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. ഇതുപോലെയുള്ള ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നിടത്ത് ചിലതിൽ സങ്കടങ്ങളായിരിക്കും, ചിലതിൽ അവരുടെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും.
അപ്പൊ ഇതൊക്കെ പങ്കുവെക്കുന്നതിന്റെ ഇടയിൽ ഒരു മൾട്ടി ബ്രാൻഡിന്റെ പെയ്ഡ് പ്രൊമോഷൻ വേണ്ടാന്നുള്ള തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഇത്തരം മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളെ തപ്പി വിദേശ ബ്രാൻഡുകൾ അടക്കമുള്ള സാധ്യത മുന്നിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസരം കിട്ടാറുണ്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടപ്പെടുത്തൽ കൂടിയല്ലേ അവിടെ സംഭവിക്കുന്നത്? നമ്മളിപ്പോ ചിലപ്പോ ഒരു 1-2 വർഷം മുമ്പേ ആണെങ്കിൽ ചിലപ്പോ ഞാൻ ഇതിന് അത് നഷ്ടം തന്നെയാണെന്ന് പറഞ്ഞാണ്. പക്ഷെ ഈ എന്റെ 3 വർഷത്തെ യൂട്യൂബ് ജീവിതത്തിനകത്ത് ഞാൻ കണ്ട കുറെ മുഖങ്ങളുണ്ട്. സമ്പത്തിനേക്കാളും പദവിയേക്കാളും പ്രശസ്തിയേക്കാളും ഒക്കെ ചിരിക്കുന്ന കുറെ മുഖങ്ങള്. മോളെ എന്ന് വിളിച്ചിട്ട് നമ്മളെ ഇതാ ഇന്നും രാവിലെയും ഇപ്പോഴും ഒക്കെ എനിക്ക് വരുന്ന ഫോൺ കോളുകളിൽ ഒരു ഭൂരിഭാഗവും ഞാൻ വീഡിയോ എടുത്തിട്ട് പോകുന്ന ഇടങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുന്ന അമ്മമാരോ അപ്പൂപ്പന്മാരോ അച്ഛന്മാരോ ഒക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ ശബ്ദത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം, അതിനകത്ത് കിട്ടുന്ന ഒരു സംതൃപ്തിയൊന്നും ഈ ഒരു കോടിക്കണക്കിന് രൂപ എന്റെ മുമ്പിൽ ഇട്ടാലും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് സൗമ്യയിലേക്ക് ഒരു വ്യക്തി, ഇപ്പൊ സാമൂഹ്യപരമായിട്ട് ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ സൗമ്യയിലേക്ക് എത്തണമെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? ഇപ്പം ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത മനുഷ്യരായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ സാധ്യത വലിയ രീതിയിൽ പരിചയമില്ലാത്ത മനുഷ്യരുണ്ടാകാം. അവരൊക്കെ തന്നെ തങ്ങൾക്കും ഒരു പ്രൊമോഷൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ വീഡിയോ കൂടി മനുഷ്യരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ സൗമ്യയിലേക്ക് എത്തണം? നോർമലി അവർക്ക് ഇപ്പൊ നമ്മൾ പോകുന്ന മിക്കവാറും സ്ഥലങ്ങളിലുള്ള ആളുകളുടെ കയ്യിൽ പഴയ കീപാഡ് ഫോണൊക്കെയാണ്. അവർക്ക് വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, അറിയില്ല എന്താണ് ഇൻസ്റ്റാഗ്രാം, എന്താണ് യൂട്യൂബ്. ഇന്നിപ്പോ ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് വരികയാണ്, ആ അമ്മേനെ സംബന്ധിച്ചിട്ടും അവർക്ക് ഇതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അവരിലേക്ക് എത്തുന്നത് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന കുറെ മനുഷ്യര്. അവരെനിക്ക് മെയിൽ ചെയ്തു തരും, ഫേസ്ബുക്കിൽ അയച്ചു തരും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, എന്റെ നമ്പർ എവിടെന്നെങ്കിലും കളക്ട് ചെയ്തിട്ട് അതുവഴി എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളിലേക്ക് എത്തുന്ന എല്ലാ വീഡിയോസും ആരെങ്കിലും വഴി എന്നിലേക്ക് എത്തുന്നതാണ്. ഇപ്പൊ അവർക്ക് ആർക്കും നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള വഴിയോ ഒന്നുമില്ല. അപ്പൊ ആരെങ്കിലും അർഹതപ്പെട്ട ആളുകൾക്ക് സഹായം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ നല്ല മനുഷ്യർ ഇവിടെ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ 3 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും ഈ ലോകം വല്ലാതെ മാറിപ്പോയി, ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര അവനവന്റെ കാര്യം നോക്കുന്നവരായി, സെൽഫിഷായി ഒന്നുമല്ലാത്ത കുറെ മനുഷ്യരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരാളെ സഹായിച്ചേക്കണേ എന്ന് പറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ പിറ്റേ ദിവസം മുതൽ എനിക്ക് മെയിലുകൾ വരാൻ തുടങ്ങും. ഇന്ത്യക്ക് പുറത്ത് വളരെ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, നല്ല മനുഷ്യരായിട്ടുള്ള ആളുകൾ, അവർക്ക് ആർക്കും ജിപേ ചെയ്യാനുള്ള ഇതില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നെ മെയിൽ അയച്ച് ഇവരുടെ കോൺടാക്ട് നമ്പർ, അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത് മൊത്തം, എന്നിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മളോട് പറയുകയാണ്. അവരുടെ ഒരു സന്തോഷം. അവർക്കൊന്നും ആരുമല്ല, ഇന്ന സ്ഥലത്ത് ഇത്രയും പ്രായമുള്ള അല്ലെങ്കിൽ 80 വയസ്സ് 90 വയസ്സായ ഒരു അമ്മൂമ്മയുണ്ട്, അവരിങ്ങനെയാണ് ഇത്ര രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ചേച്ചി പോയി ഒരു വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ച് എനിക്ക് വരുന്ന മെസ്സേജുകൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 100ന് പുറത്ത് മെസ്സേജുകളാണ് ഡെയിലി വരുന്നത്. ചാരിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പലതരത്തിലുള്ള അലിഗേഷന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടി വരാറുണ്ട്, പലതരത്തിലുള്ള വിമർശനങ്ങൾ നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും മോശമായൊരു അനുഭവം സൗമ്യയ്ക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ആകെ ഉള്ളത് ഫേസ്ബുക്കിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഓസിന് തിന്ന് നടക്കുമല്ലേ എന്നുള്ള ഒരു കമന്റ്. അത് മിക്കവാറും ആ കമന്റ് ഇടുന്നത് നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ആയിരിക്കും. ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇവരെ തിരുത്താൻ ശ്രമിക്കുമായിരുന്നു. കാരണം ഞാൻ ചോദിക്കും, 2000-3000 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ച് എറണാകുളം വരെയോ അല്ലെങ്കിൽ കൊല്ലം വരെയോ ഒക്കെ യാത്ര ചെയ്ത് ക്യാമറാമാന്റെയും എഡിറ്ററുടെയും ഒക്കെ ശമ്പളം കൊടുത്ത് അവിടെ പോയിട്ട് വേണോ നമുക്ക് 50 രൂപയുടെയും 100 രൂപയുടെ ഒക്കെ ഊണ് ഫ്രീ ആയി കഴിക്കാൻ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നൊക്കെ ഞാൻ ആദ്യം പറയും. കാരണം നമ്മൾ ഈ അധ്യാപിക ആയതുകൊണ്ട് നമ്മളൊരു കുഴപ്പമാണത്. ഈ തെറ്റ് പറയുന്നവരെ തിരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഉറങ്ങുന്നത് അല്ല, ഉറക്കം നടിക്കുന്നതാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ജിപേ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ജിപേ ചെയ്യും മാക്സിമം. പിന്നെ മിക്കവാറും അമ്മമാരുടെ അടുത്തൊന്നും കാണൂല. ഇപ്പൊ ജിപേ ചെയ്യുന്ന സ്ഥലങ്ങളിലെയൊക്കെ ജിപേ ചെയ്ത സ്ക്രീൻഷോട്ട് ഞാൻ എല്ലാ വീഡിയോന്റെ അടിയിലും അങ്ങ് കമന്റ് ആയി പിൻ ചെയ്തിടും. കാരണം ഗതി കെട്ടിട്ടാണ് ഇതിങ്ങനെ നിരന്തരം കേട്ട് ഇതാണ് എന്നെ പറ്റി കേൾക്കുന്ന ആകെയുള്ള പ്രശ്നം. അപ്പൊ ഇവര് ചിന്തിക്കുന്നില്ല, നമ്മൾക്ക് ഇപ്പൊ ഞാനൊരു കോളേജിൽ പഠിപ്പിച്ച ഒരാളാണ്, അത്യാവശ്യം നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തതാണ്, എനിക്ക് ഫ്രീ ആയി കഴിക്കാൻ വേണ്ടി 50 രൂപയുടെ നമ്മൾ കാണിക്കണത് ഈ പറയുന്ന വലിയ ഹൈഫൈ ഫുഡൊന്നും അല്ലാന്നേ, ഇച്ചിരി ചോറും അല്ലെങ്കിൽ 2 ദോശയും ഒക്കെയാ. ഇതൊക്കെ ഫ്രീ ആയി കഴിക്കാൻ വേണ്ടി നടക്കേണ്ട അത്രയും നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണോ എന്നൊക്കെ ഒരു പക്ഷെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അല്ലാത്തവരിങ്ങനെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ്, വേറെ ഒരിടത്തും അത്തരം പ്രശ്നങ്ങളൊന്നും വരാറില്ല.
അത്തരം പ്രശ്നങ്ങൾ ഇല്ലാന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് രണ്ട് വിഭാഗം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടാകും. നല്ലതാണെങ്കിൽ പോലും മോശം പറയാനായിട്ട് മാത്രം കുറേ അധികം ഫേക്ക് അക്കൗണ്ടുകളുടെ മുഖമൂടിയില്ലാത്ത കുറേ അധികം മനുഷ്യർ. പക്ഷെ അത്തരത്തിലുള്ളൊരു സൈബർ ബുള്ളിങ് സൗമ്യ അനുഭവിക്കുന്നില്ല എന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം സൗമ്യയുടെ വീഡിയോസ് അത്രയും വലിയ റീച്ചായിട്ട് പോപ്പുലറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, സൗമ്യയുടെ വീഡിയോസ് കാണുന്ന സമയത്ത് വലിയ കൗതുകം ഉണ്ട് എന്നുള്ളതാണ്. കാരണം സാധാരണ ചാരിറ്റി ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് പോലെയല്ല. കാരണം ആ വീഡിയോ ഞാൻ ലാസ്റ്റ് കണ്ടൊരു വീഡിയോയ്ക്കകത്ത് അതിൽ ബീഫ് ഉണ്ടാക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്ന രീതിയിൽ പോലും എൻ്റെ മനസ്സ് മാറുന്ന രീതിയിൽ ഉള്ളൊരു വീഡിയോ. അത്തരത്തിലൊരു ക്രിയേഷന് വലിയൊരു ചേഞ്ചാണ് നമ്മൾക്ക് സംഭവിക്കുന്നത്. കാരണം ചാരിറ്റി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ആ മനുഷ്യരെ മാത്രമേ കാണിക്കാറുള്ളൂ. പക്ഷേ ഇതിൽ ഭക്ഷണമുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് സൗമ്യയുടെ മുഖത്ത് കാണാനുണ്ട്. എങ്ങനെയാണ് അത് എടുക്കാൻ സാധിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ഒരു മനുഷ്യനെ മോൾഡ് ചെയ്യും. അപ്പോ നമ്മള് പട്ടിണിയും വിശപ്പും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ച് വളർന്ന ആളുകളാവുമ്പോൾ നമുക്ക് ഭക്ഷണത്തിനോടുള്ള ഒരു ബഹുമാനമുണ്ട്. നമുക്ക് അതുകൊണ്ട് വെറുതെ ചോറ് തന്നാലും അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ആളുകളാണ്. നമുക്ക് അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച ഒരു സമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇവരൊക്കെ തരുന്നത്, ഇത്രയും പ്രായമായ അമ്മമാരാണ് ഉണ്ടാക്കി തരുന്നത്. എനിക്കത് വെറുതെ തൈരൊഴിച്ച് തന്നാൽ പോലും എനിക്ക് അതൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്ന് പറയുന്നത് കാണാനുണ്ട്. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് കഴിക്കാറ്. വളരെ ഭംഗിയായിട്ട് അത് ഭക്ഷണം കഴിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അല്ല, നമുക്കിപ്പോ ക്യാമറയ്ക്ക് വേണ്ടിയാ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയാ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണോ കഴിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു വശവും കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നല്ലത് മാത്രമാണ്. വളരെ മോശം ഭക്ഷണം വായിൽ വെക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല. കാരണം അത് അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. ഭക്ഷണം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് ഞാൻ ആ കടയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ല. വളരെ മോശം ഭക്ഷണം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളുണ്ട്. അപ്പൊ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറയും, നമ്മള് വീഡിയോ ഇത് ഇടുന്നില്ല, ഇനി ഒരിക്കൽ വരാം, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഇനി ഒരിക്കൽ ഇതൊക്കെ ശരിയാക്കിയിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചോളൂ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ മാന്യമായി പൈസയും കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോരും. അങ്ങനെയുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും, ഇതെന്താ എല്ലാ കടയിലും പോയാലും കൊള്ളാം. എല്ലാ കടയിലും പോയാൽ കൊള്ളാം എന്ന് പറയണതല്ല, കൊള്ളാവുന്നത് മാത്രം നമ്മൾ അത് സോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. വളരെ ഫേമസ് ആയിട്ട് നടക്കുന്ന പല കടകളിലും പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ നമ്മൾട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്, വളരെ ടേസ്റ്റുള്ള ഫുഡാണ്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കയറുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നത് അത്രയും വളരെ ടേസ്റ്റ്, ഈ പറയുന്ന പോലെ യൂട്യൂബ് അല്ലെങ്കിൽ വീഡിയോ പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ സൗമ്യയുടെ വീഡിയോസ് കണ്ടുപോകുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ സ്വാദുള്ള ഭക്ഷണം അവിടുന്ന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പാക്കൽ കൂടി ഈ വാക്കുകളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും ഒരു ഭക്ഷണം ഇത് മറ്റെവിടെയും കിട്ടാത്ത അത്രയ്ക്ക് സ്വാദാണെന്ന് ഞാൻ പറയാറില്ല. കാരണം എപ്പോഴും മിക്കവാറും നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം സാധാരണ നമ്മളെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിലുണ്ടാക്കുന്ന സാധനമായിരിക്കും ദോശയും സാമ്പാറും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറും ഇച്ചിരി മീൻ വറുത്തതും പുളിശ്ശേരിയും ഒക്കെ. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറയാറുള്ളൂ. അതായത് നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഏറ്റവും സാധാരണ ഭക്ഷണം. പക്ഷെ ഇതിന്റെ ഉപകാരം എപ്പോഴാന്ന് വെച്ചാൽ ഒരു ആള് ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ, ആൾക്ക് ചിലപ്പോൾ ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ചിട്ട് നല്ല മടുപ്പ് ഉണ്ടാവും. അപ്പൊ ഇതുപോലെ വീട്ടിലെ ഭക്ഷണം കിട്ടിയാൽ കൊള്ളാന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഉപകാരമായിരിക്കും. സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കണ ഒരു ഫീല് കിട്ടും. അത്രയും നമ്മൾ ഉദ്ദേശിക്കണല്ലോ. ഇങ്ങനെയുള്ള മനുഷ്യര് ഇവർ 60-70 വർഷമായിട്ട് രുചി വിളമ്പുന്ന ആളുകള്, 4ാമത്തെ തലമുറയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ കട നടത്തുന്നത്. ഇവരെയൊന്നും ഒരു ലൈം ലൈറ്റിലേക്ക് ആരും കൊണ്ടുവന്നിട്ടില്ല. ഈ കരി പുരണ്ട ജീവിതം ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പൊ അവരെ കുറച്ചു പേര് കാണട്ടെ, കുറച്ചു പേരിലേക്ക് അവരെത്തട്ടെ, കുറച്ച് മനുഷ്യർ അവരെ തേടി അവരുടെ ഭക്ഷണം കഴിക്കാൻ അവിടെ ചെല്ലട്ടെ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കാലത്തെ ജെൻസി പിള്ളേരൊക്കെ തന്നെ, ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ വളരെ പണ്ടുണ്ടായിരുന്ന ചായക്കടകൾ തപ്പി നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ സ്വാദുള്ള വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം, ഈ നേരത്തെ പറഞ്ഞ പോലെ ചോറും പുളിശ്ശേരിയും എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച്, അല്ലെങ്കിൽ സൊമാറ്റോ അടക്കമുള്ള പ്ലാറ്റ്ഫോമിൽ പൊതിച്ചോറുണ്ടോ എന്ന് പരുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ തന്നെ സൗമ്യയുടെ വീഡിയോ വലിയൊരു യാത്രയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഓർമ്മപ്പെടുത്തലിനേക്കാളും ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്നുകൂടി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോസ് കൂടിയാണ് സൗമ്യ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഭക്ഷണം മാത്രമല്ല അല്ലേ നമുക്കിടയിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ ദിവസം RCCയിലെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മുറികളെ പറ്റി സംസാരിച്ചിരുന്നു, കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ പല വീഡിയോസും സൗമ്യ ചെയ്യാറുണ്ട്. അത് ഒന്ന് ന്യൂസ് 18 പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? RCCയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ അമ്മൂമ്മേനെയും കൊണ്ട് ഒരു 6 മാസം RCCയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി നടന്നിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ RCCയുടെ അടുത്ത് എവിടെയാണ് താമസിക്കാൻ വലിയ പൈസ മുടക്കില്ലാണ്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു.
അപ്പൊ അതെപ്പോഴും മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. എന്നെങ്കിലും അന്ന് ഞാൻ യൂട്യൂബർ ആവുന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ഞാൻ ഫുഡിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ചെയ്ത ഒരു കാര്യമാണ് RCCയുടെ അടുത്ത് താമസിക്കാൻ പറ്റുന്ന 6 സ്ഥലങ്ങൾ. 6 സ്ഥലങ്ങളൊന്നും അല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചോദിച്ച സമയത്ത് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ച ഇടങ്ങൾ മാത്രമാണ് നമ്മൾ കാണിച്ചുള്ളൂ. അതിന്റെ പേരിൽ ആ വീഡിയോന്റെ ഇടയിൽ കുറെ കമന്റ്സ് വന്നു, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഓൾറെഡി പോയി സംസാരിച്ചപ്പോൾ ഞാനൊരു 10 സ്ഥലമാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. പക്ഷെ ചിലവർക്ക് അത് വീഡിയോ കാണിക്കേണ്ട, ഓൾറെഡി ഇപ്പൊ നല്ല തിരക്കുണ്ട്, അപ്പൊ ഇനി വീഡിയോയും കൂടി ഒക്കെ പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളതിൽ പറഞ്ഞവരുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് 6 സ്ഥലങ്ങളുടെ വീഡിയോസാണ് കാണിച്ചത്. അവിടെ ഭക്ഷണം, അതിന് എത്ര രൂപ ചെലവ് വരും, എവിടെയാണ് ലൊക്കേഷൻ, അവരുടെ കോൺടാക്ട് നമ്പർ, ഇത്രയും ചേർത്തിട്ടാണ് ആ വീഡിയോ ചെയ്തത്. പക്ഷെ ആ വീഡിയോസ് കാണുന്ന എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്നുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് റൂം കിട്ടാതെ അലയുന്ന കുറേ അധികം ഈ പറഞ്ഞ രോഗികളുടെ കൂടെ വരുന്ന ബന്ധുക്കളൊക്കെ തന്നെ RCCയുടെ ഭാഗത്ത് വലിയ തുക കൊടുത്ത് താമസിക്കേണ്ടി വരുന്നുണ്ട്. ആ ഇടത്താണ് സൗമ്യ 50 രൂപയ്ക്കും 150 രൂപയ്ക്കും മുറിയുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നത്. വലിയ സന്തോഷമുണ്ട് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നതിൽ. സൗമ്യ, ഭാവിയിൽ നമ്മൾ ഇതൊക്കെ ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം തുടങ്ങിയ മനുഷ്യരല്ല. പ്രത്യേകിച്ച് യൂട്യൂബിലേക്കൊക്കെ വളരെ യാദർശികമായിട്ട് എത്തിയ ഒരാളാണ് സൗമ്യ. പക്ഷേ ഭാവിയിൽ ഇതാകണം എന്ന് ആഗ്രഹിച്ച് നടത്തിയൊരു യാത്ര, അത് അധ്യാപന ജീവിതമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയായിരുന്നോ? അധ്യാപനാണ്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഞാൻ MA പഠിക്കുന്ന സമയത്താണ് എനിക്കൊരു ടീച്ചിങ് ഫീൽഡിലോട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നത്. അതിനുശേഷം പിന്നെ MPhilഉം PhD ഒക്കെ എടുത്ത് നേരെ PhD കഴിഞ്ഞു. PhD അവാർഡ് ചെയ്തതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ MG കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ അത് ഭയങ്കര ആഗ്രഹിച്ചു. കാരണം അതൊരു ഡ്രീം ആയിരുന്നു. നമുക്കിങ്ങനെ പഠിപ്പിക്കുന്നത്, ആളുകൾ നമ്മളെ ടീച്ചറേന്ന് വിളിക്കുന്നത്, അതൊക്കെ ഭയങ്കര ഡ്രീം ആയിട്ട് കൊണ്ടുനടന്ന ആളാണ്. പിന്നെ 10 വർഷക്കാലം ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം, അധ്യാപികയാവുക എന്നുള്ളത് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു അതിഥിയുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ അവിടെ പങ്കുവെച്ച ഒരു കാര്യം ഒന്നും കൂടി പങ്കുവെക്കുകയാണ്. കുട്ടിക്കാലത്ത് എനിക്കും ഏറെ ഇഷ്ടമുള്ളൊരു മേഖല എന്നുള്ളത് അധ്യാപനമായിരുന്നു. പക്ഷെ അതൊരിക്കലും അധ്യാപകരുടെ ആ ഒരു കൗതുകം കണ്ടിട്ടല്ല, സാരി ഉടുക്കാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ട് ഏറ്റവും ഭംഗിയിൽ സാരി ഉടുക്കുന്ന ആളാണ് അധ്യാപകർ എന്നുള്ളത്. സൗമ്യയുടെ വീഡിയോസ് കാണുന്ന സമയത്തും വളരെ ഭംഗിയായിട്ട് ഒരുങ്ങിയാണ്, അല്ലെങ്കിൽ വളരെ ആർഭാടമായിട്ടൊന്നുമല്ല, വളരെ നാച്ചുറലായിട്ട് ഒരുങ്ങി യാത്രയൊക്കെ നടത്തുന്ന ഒരാളാണ്. എങ്ങനെയാണ് സൗന്ദര്യ സംരക്ഷണത്തിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണോ? അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും അവരവരുടെ ചുറ്റുപാടുകൾ ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ മാറ്റും. അപ്പൊ ഞാൻ വളർന്നത് എന്ന് പറഞ്ഞത് ഭയങ്കര ഉൾനാടൻ ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടെ ഇന്നും ഞങ്ങളുടെ നാട്ടിൽ ഒരു ബ്യൂട്ടി പാർലറോ അത്തരം സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്തരം സാധ്യതകളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കുപ്പിവള പ്രേമിയ എന്നുള്ളൊരു ടോക്ക് പ്രേക്ഷകർക്കിടയിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? അതെ, അത് 8ാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരു പ്രേമാണ്. ഇതുവരെ മാറിയിട്ടില്ല, വർഷത്ര കഴിഞ്ഞിട്ടും. കുപ്പിവളകൾ ഭയങ്കര ക്രൈസ് ആണ്. കുപ്പിവളയുടെ തന്നെ ഒരു 3-4 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തും മധുരയിലും ഒക്കെ കുപ്പിവള കിട്ടുന്ന സ്ഥലങ്ങള്. ഇനിയിപ്പോ വേറെ 1-2 നമ്മുടെ സ്റ്റേറ്റിലൊക്കെ കുപ്പിവള നിർമ്മിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇപ്പോഴത്തെ ഒരു ഡ്രീം യാത്ര തന്നെ അത് തന്നെയാണ്. അവിടെ പോകണം, കുപ്പിവളകൾ ഫാക്ടറികൾ കാണണം എന്നൊക്കെ ഉള്ളതാണ്. സന്തോഷം. ഇനി കുപ്പിവളൊക്കെ വാങ്ങുന്ന സമയത്ത് എന്നെയും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതല്ല, ഓർക്കുക എന്നുള്ളതാണ് ഉറപ്പായിട്ടും. അപ്പം നമ്മൾ ഈ യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് ഒരു പക്ഷേ സ്ത്രീ ആയിരിക്കുന്ന സൗമ്യയ്ക്ക് വലിയ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടം സുഹൃത്തുക്കളോ ഉണ്ടാകുക എന്നുള്ളത് വലിയ കാര്യമാണ്. സൗമ്യയ്ക്ക് എങ്ങനെയാണ്? കുടുംബത്തിന്റെ സപ്പോർട്ടാണോ അതോ ഒരു കൂട്ടുകാരുടെ സപ്പോർട്ടാണോ കൂടുതലും ഉണ്ടാകുന്നത്? എനിക്ക് എന്റെ തുടക്ക സമയത്തൊന്നും അത്തരം സപ്പോർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു. അല്ല, നമ്മൾക്ക് ഒരു ജോലി ഉണ്ടല്ലോ, പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പോയാൽ പോരെ, ഇങ്ങനെ ഒരു ഇത്രയും അലച്ചില് ഇത്തരത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകള് പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എതിർക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ തന്നെ ഏറ്റവും ആദ്യം നമ്മളെ കൈയടിക്കും. ഇവര് ഭയങ്കര പ്രൗഡായിരിക്കും. ഇപ്പൊ എന്നെ പറ്റി എല്ലാവരും പ്രൗഡാണ്, എന്റെ ഫാമിലി ഉൾപ്പെടെ എല്ലാവരും പറയും ആ മോൾ ഇങ്ങനെയാണെന്ന്, അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള എല്ലാവരും പറയും. അപ്പം സൗമ്യ പങ്കുവയ്ക്കുന്ന വലിയൊരു പോരാട്ടം കൂടിയാണ് ഈ വാക്കുകളിലുള്ളത്. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഉപേക്ഷിക്കപ്പെട്ട അച്ഛനും അമ്മയും ഒക്കെ തന്നെ. പക്ഷെ സൗമ്യയുടെ വീഡിയോസിലൊക്കെ തന്നെ എല്ലാ ആൾക്കാരെയും അച്ഛനും അമ്മയും ഒക്കെയാണ് സൗമ്യ വിളിക്കുന്നത്. അതിന് വലിയ ഒരു ഇമോഷൻ കൂടിയുണ്ട്. ആ ഇമോഷൻ എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോയ്ക്കകത്ത് കണ്ണ് കാണാത്തൊരു അച്ഛൻ്റെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. പക്ഷെ അതൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്കൊരു ഉള്ളിലൊരു ഭയങ്കര വിഷമം തോന്നിയേക്കാം. അതെങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു? ആണ് ചില വീഡിയോസിലൊക്കെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാലും കണ്ണ് നിറഞ്ഞു പോകുന്നതും ഒക്കെ ഉണ്ട്. ഇമോഷണലി ഭയങ്കര, ഞാൻ അങ്ങനെ ഭയങ്കര ഒരു സ്ട്രോങ് ലേഡി ഒന്നുമല്ല. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്തരം പ്രശ്നങ്ങളൊക്കെ വരും. ചിലപ്പോൾ നമ്മളൊന്ന് വീഡിയോ ഒന്ന് അവിടെ കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയി ഒക്കെ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
700ഓളം കുടുംബങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ആയിട്ട് നമുക്ക് ഇന്നും ബന്ധങ്ങളുണ്ട്. അത് അവിടെ അവസാനിപ്പിച്ചു പോരുന്നില്ല. അച്ഛനോ അമ്മന്നോ വിളിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അവർക്ക് ഒരാവശ്യം വന്നാൽ, ഒരു ആശുപത്രി കേസ് വന്നാലൊക്കെ പോകാൻ നമുക്ക് അത്തരം ഉത്തരവാദിത്തങ്ങളും കൂടി ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ കാണാതെ നമ്മൾ എത്ര അകലേക്ക് നമ്മൾ യാത്ര ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ആളുകളോട് എത്ര പേരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചോ, കൊച്ചുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിട്ടോ എന്നൊക്കെ. നമ്മളിപ്പോ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. എത്രയോ വീടുകളിൽ ഈ സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് യൂണിഫോമോ അല്ലെങ്കിൽ ബുക്കോ ഒന്നും വാങ്ങിക്കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഇടങ്ങളുണ്ടാവും. പക്ഷെ നമ്മളിൽ എത്ര പേര് അതൊക്കെ അന്വേഷിക്കുന്നുണ്ട്? നമ്മൾ ഇതൊക്കെ അന്വേഷിക്കാൻ തയ്യാറാവുമെങ്കിൽ, നമ്മൾ ഇവരോടൊക്കെ നമ്മുടെ അടുത്തുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാവുമെങ്കിൽ ഇതുപോലെയുള്ള ആത്മഹത്യകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശം വാർത്തകളോ ഒക്കെ നമുക്ക് കേൾക്കാതെയാവും. എല്ലാ ആളുകളുടെയും പട്ടിണി മാറ്റാനോ എല്ലാ ആളുകളുടെയും പ്രശ്നം പരിഹരിക്കാനോ നമുക്കൊരാൾക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളെ ചുറ്റിലുമുള്ളവരെ ഒന്ന് കെയർ ചെയ്യാൻ തയ്യാറായാൽ, നമ്മളിപ്പോ ഈ വഴിയിൽ പോകുമ്പോൾ എത്രയോ ആളുകൾ റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അവരിൽ പലരും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. എല്ലാവർക്കും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം ഒരാൾക്ക് നമുക്കൊരു ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റും, ഒരു നേരത്തെ ഭക്ഷണം. അങ്ങനെയൊക്കെ നമ്മളൊന്ന് കരുതാൻ തുടങ്ങിയാൽ എത്ര മനോഹരമായിരിക്കും നമ്മളെ ചുറ്റിലുമുള്ള ആളുകളുടെ ജീവിതം. നമ്മൾക്കും അത് ഭയങ്കര സന്തോഷല്ലേ? ഒരു ദിവസം ഒരാൾക്ക് ഫുഡ് മേടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഒരു സന്തോഷമുണ്ട്. ഞാൻ ഒരാൾക്കിടെ വയറ് നിറച്ചല്ലോ. അതൊക്കെ സന്തോഷങ്ങളായിട്ട്, അതൊക്കെ ലഹരികളായിട്ട് ആസ്വദിക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. മറ്റു ലഹരികളെയൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ലഹരികളാക്കി മാറ്റാൻ എല്ലാവർക്കും പറ്റട്ടെ. ഉറപ്പായിട്ടും വലിയ ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ് സൗമ്യ ന്യൂസ് 18 പ്രേക്ഷകരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഈ കാലത്ത് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഭൂരിപക്ഷവും സാമ്പത്തികമായുള്ള ലാഭം മാത്രം മുന്നിൽ കണ്ടിട്ടാണ് വീഡിയോസ് ചെയ്യാറ്. ആ ഇടത്താണ് സൗമ്യ വലിയൊരു വിഭാഗം മനുഷ്യരെ സഹായിച്ചുകൊണ്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അത് ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വലിയ രീതിയിലൊരു പ്രചോദനം ഉണ്ടാകുകയും വലിയ രീതിയിൽ സ്ത്രീകൾക്കൊരു പ്രചോദനം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. സന്തോഷം സൗമ്യ, നന്ദി. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.